രായൻ ആക്ടർ ഡയറക്ടർ ധനുഷിന്റെ സെക്കൻഡ് ഡയറക്ടോറിയൽ മൂവിയാണ്. ഈ ഫിലിം എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കില്ല, അത്തരം ആളുകളോട് ഇത് മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയുള്ളൂ. കാരണം അവർക്കൊക്കെ ഇഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ അതേ സമയം തന്നെ സിനിമ ക്ലീഷേ ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് പറയുന്നത്. പക്ഷെ ആ ഒരു പ്ലോട്ടിനെ ഹൈഡ് ആക്കുന്നത് സ്ട്രോങ് ആയിട്ടുള്ള പെർഫോമൻസ് കൊണ്ടാണ്. ലീഡ് ആക്ടർ ആയിട്ടുള്ള ധനുഷിന്റെയും അതുപോലെ തന്നെ സപ്പോർട്ടിംഗ് ക്യാരക്ടർ ചെയ്തിട്ടുള്ള മറ്റുള്ളവരുടെയും ആ ഒരു പെർഫോമൻസ് കൊണ്ടാണ് സിനിമയുടെ ആ ഒരു മൊത്തത്തിലുള്ള മേക്കിംഗ് എല്ലാം സ്ട്രോങ് ആയി മാറുന്നത്. മാത്രമല്ല, ഒരു ഗാങ്സ്റ്റർ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന സിനിമയാണെങ്കിൽ കൂടി സ്കിൽഫുള്ളി ആണ് അതിന്റെ ഒരു ഇമോഷൻസിനെയും അല്ലെങ്കിൽ വയലൻസിനെയും അല്ലെങ്കിൽ ഒരു ഫാമിലി എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെയൊക്കെ ബാലൻസ് ചെയ്ത് പോയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാത്തരം പ്രേക്ഷകർക്കും ഈ സിനിമ ഇഷ്ടപ്പെടും. സോ ആൻ അൺഫോർഗറ്റബിൾ സിനിമാറ്റിക് എക്സ്പീരിയൻസ് എന്നാണ് ഈ സിനിമയെ കുറിച്ച് എനിക്ക് പറയാൻ തോന്നുന്നത്. അതോടൊപ്പം തന്നെ ധനുഷ് ആക്ടറായിട്ടും ഡയറക്ടറായിട്ടും ഒരേ സമയം തിളങ്ങി നിന്നു, അല്ലെങ്കിൽ രണ്ടിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയി എന്നുള്ളതും അടിപൊളിയായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു മോണോക്രോമിലാണ്. ആദ്യത്തെ കുറച്ച് മിനിറ്റുകൾ മോണോക്രോമിൽ തുടങ്ങുന്നു. ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. കാത്തവരായൻ, മുത്തുവൽ രായൻ, മാണിക്യരായൻ, ദുർഗ 4 പേരാണ് സഹോദരന്മാരാണ്. അവരുടെ അണ്ണൻ, തമ്പി, തങ്കച്ചി പാസൊക്കെ കാണിച്ച് അവരെങ്ങനെ ചെന്നൈയിൽ എത്തുന്നു, പിന്നീട് അവരുടെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണിക്കുന്നു. പതിയെ മോണോക്രോം വിട്ട് ആ ഒരു റിയാലിറ്റിയിലേക്ക് വരുന്നു. അത് കഴിഞ്ഞ് അവരുടെ ലൈഫിൽ നടക്കുന്ന പല പല കാര്യങ്ങളിലൂടെയാണ് സിനിമ മുമ്പോട്ട് പോകുന്നത്. സിനിമയിൽ കാത്തവരായനായിട്ട് എത്തുന്നത് ധനുഷാണെങ്കിൽ അതേസമയം തന്നെ മുത്തുവൽ രായനായിട്ട് എത്തുന്നത് സന്ദീപ് കിഷനാണ്. ഇളയ സഹോദരനായ മാണിക്യരായനായിട്ട് എത്തുന്നത് കാളിദാസ് ജയറാമാണ്. അതുപോലെ തന്നെ ദുർഗ എന്ന് പറയുന്ന സഹോദരിയായിട്ട് എത്തുന്നത് തുഷാര വിജയനാണ്. ഇവർ 4 പേരും അതിഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പം സിനിമയുടെ ഒരു നെടുംതൂൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തുഷാര വിജയൻ ചെയ്തിട്ടുള്ള ആ ഒരു ദുർഗ എന്ന് പറയുന്ന കഥാപാത്രമാണ്. രാഘവൻ ഈ സിനിമയ്ക്കകത്തൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഈ ഒരു കുടുംബത്തിന് 4 പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് താങ്ങായിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. അതേപോലെ തന്നെ SJ സൂര്യ സിനിമയ്ക്കകത്തൊരു വില്ലൻ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. സേതുരാമൻ എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. പക്ഷേ പതിവ് സിനിമകളിൽ പോലെ SJ സൂര്യ അങ്ങ് അഴിഞ്ഞാടാനൊന്നും വിട്ടിട്ടില്ല. മറിച്ച് വളരെ മിതമായ രീതിയിലാണ് SJ സൂര്യ സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുള്ളത്. ഇനി എന്റെ അഭിപ്രായത്തിൽ തുഷാര വിജയനാണ് ഈ സിനിമയ്ക്കകത്ത് എക്സലന്റ് ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത്. കാരണം അവരിലൂടെയാണ് കഥ മൊത്തത്തിൽ പോകുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു കഥാപാത്രത്തിന് അവരുടെ ഫേസ് ആണെങ്കിലും സ്കിൻ ടോൺ ആണെങ്കിൽ പോലും ഒരുപാട് യോജിച്ച് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തുഷാര ചെയ്തിട്ടുള്ള ആ ഒരു ദുർഗ എന്ന് പറയുന്ന കഥാപാത്രം കാളി എന്ന് പറയുന്ന സങ്കല്പവുമായിട്ട് ഒരുപാട് ചേർത്ത് വെക്കുന്നുണ്ട്. പക്ഷെ അത് മാത്രം എനിക്ക് ഈ സിനിമയ്ക്കകത്ത് കുറച്ച് മെലോഡ്രാമയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ കൂടി തുഷാര അത്രയും ഗംഭീരമായിട്ട് സെക്കൻഡ് ഹാഫിലാണ് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രകാശ് രാജ് സിനിമയ്ക്കകത്ത് ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ടെങ്കിലും എപ്പോഴും ആ കഥാപാത്രം സിനിമയിൽ വരുന്നില്ല, ഇടയ്ക്ക് വന്നു പോകുന്നുള്ളൂ. പക്ഷെ വന്നു പോകുന്ന സമയങ്ങളിലൊക്കെയും ആ കഥാപാത്രത്തിന് അത്രയേറെ പ്രാധാന്യമുണ്ട്. പിന്നെ SJ സൂര്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്രത്തോളം ഒന്നും അദ്ദേഹത്തെ ഈ സിനിമയിൽ അഴിഞ്ഞാടാൻ വിട്ടിട്ടില്ലെങ്കിൽ കൂടിയും അദ്ദേഹം ബോഡി ലാംഗ്വേജ് കൊണ്ടാണെങ്കിലും അഭിനയം കൊണ്ടാണെങ്കിലും നമ്മളെ അതിശയിപ്പിക്കും. അതുപോലെ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒന്നാണ് AR റഹ്മാന്റെ സംഗീതം എന്ന് പറയുന്നത്. ഇതിനകത്ത് AR റഹ്മാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും പല രംഗങ്ങളിലും അത് നമ്മുടെ ഹൃദയത്തിൽ തൊടുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഇമോഷണൽ ഇമ്പാക്ട് പ്രേക്ഷകർക്ക് കിട്ടുന്നത് പോലും പലപ്പോഴും ഇദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൂടി വരുമ്പോഴാണ്. മാത്രമല്ല ഓരായ എന്ന് പറയുന്ന അദ്ദേഹം ചെയ്ത ആ ഒരു സോങ് ഒക്കെ ഉണ്ടല്ലോ, കുറെ കാലത്തിന് ശേഷം അദ്ദേഹത്തിൽ നിന്നും ലഭിച്ചൊരു നല്ല സോങ് കൂടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം ബോഗി എന്ന് പറയുന്ന ഒരൊറ്റ സോങ്ങിലൂടെ ധനുഷിന്റെ ഒരു വോയിസ് പ്രേക്ഷകർക്ക് കൂടി രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ ഈ സിനിമയുടെ ടെക്നിക്കൽ ആസ്പെക്ട്സ് എടുക്കുകയാണെങ്കിൽ എല്ലാം ഈക്വലി ഇംപ്രസീവ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പോൾ സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും തൊട്ട് എല്ലാം ഈക്വലി എല്ലാവരും അവരവരുടെ ഭാഗങ്ങൾ നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി എന്ന് പറഞ്ഞ വിഷ്വലി സ്റ്റണ്ണിങ് ആണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും തിരക്കഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യ പകുതി പോലെയല്ല രണ്ടാം പകുതി എത്തുമ്പോഴേക്കും കുറേയധികം ക്വാളിറ്റി നഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ആദ്യ പകുതി കൊണ്ടുവരുന്ന രസമോ അല്ലെങ്കിൽ ആകാംക്ഷയോ ഒന്നും രണ്ടാം പകുതിക്ക് നിലനിർത്താൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ധനുഷ് എന്ന് പറഞ്ഞ ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏറ്റവും നന്നായിട്ട് ഡയറക്ഷൻ സൈഡിൽ ഹാൻഡിൽ ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു ക്ലൈമാക്സിലുള്ള ഒരു ക്ലൈമാക്സ് സോങ് ആണ്. 500-ലധികം ആർട്ടിസ്റ്റുകളെയും കൊണ്ടുവന്ന് ചെയ്തിട്ടുള്ള സംഭവമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ആ സംഭവം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഹാർഡ് വർക്ക് അതിനു വേണ്ടി എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. പീറ്റർ ഹെയ്നാണ് ഇതിന്റെ സ്റ്റെൻ മാസ്റ്റർ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. പീറ്റർ ഹെയ്ന്റെ വർക്കിനെ കുറിച്ച് നമ്മൾ പ്രത്യേകമായിട്ടൊന്നും പറയേണ്ടതില്ല. പതിവ് പോലെ അദ്ദേഹം ഇതിനകത്ത് ഏറ്റവും നന്നായിട്ട് അദ്ദേഹത്തിന്റെ ഭാഗം ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ ക്ലീശ രംഗങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ സിനിമയിൽ പല പല മടുപ്പിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിലും അതൊന്നും നമ്മളെ ബാധിക്കില്ല. കാരണം അതെല്ലാം നമ്മൾ വിട്ടുകളയും. അതുപോലെ തന്നെ ഈ സിനിമയ്ക്കകത്ത് അപർണ ബാലമുരളി കഥാപാത്രം ചെയ്തിട്ടുണ്ട്. അവര് തമിഴിൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം നല്ലൊരു കഥാപാത്രം ചെയ്യാണ്. അവരുടെ സോങ് ആണെങ്കിലും അല്ലെങ്കിൽ അവരുടെ റൊമാൻസ് ആണെങ്കിലും ഒക്കെ കാണുമ്പോൾ എനിക്കത് റിയലിസ്റ്റിക് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അവരുടെ അഭിനയത്തിൽ പോലും ആ റിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനമുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഡിവോഷണൽ റെഫറൻസ് സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ദുർഗ എന്ന് പറയുന്ന കഥാപാത്രത്തെ ആണെങ്കിലും നായകനായി ധനുഷ് ചെയ്യുന്ന കഥാപാത്രത്തിലാണെങ്കിലും ഒക്കെ ഒരു ഡിവോഷണൽ റെഫറൻസ് ഉണ്ട്.
അത് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊക്കെ ഈ പറഞ്ഞ പോലെ മെലോ ഡ്രാമയിലേക്ക് എത്തിച്ചതായിട്ടാണ് തോന്നുന്നത്. അത് മാറ്റി വെച്ചിരുന്നെങ്കിൽ പോലും സിനിമ വളരെ മനോഹരമാവുമായിരുന്നു. സോ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും എന്തൊക്കെ ചെറിയ ചെറിയ പരിമിതികൾ ഉണ്ടെങ്കിലും ഈ സിനിമ ഈ പറഞ്ഞതുപോലെ സിനിമാ പ്രേമികൾക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത്രത്തോളം നല്ല മേക്കിംഗ് ആണ്, അത്രത്തോളം നല്ല രീതിയിലാണ് സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്.